ഹായ്, ഞാനാണ് JK ടോക്സ് റാന്നിക്കാരി. ഇന്നത്തേത് ഒരു തീർത്ഥാടന യാത്രയാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളും പോയി കൊട്ടിയൂരേക്ക്. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങൾക്കതൊരു തീർത്ഥാടന യാത്രയായിരുന്നെങ്കിലും കാശിക്കുട്ടനും ജാനിക്കുട്ടിക്കും ഒരു വിനോദയാത്രയായിരുന്നേ. അതിൻ്റെ കാരണം വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാമേ. ഞാനൊരു 5-6 വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനൊരു ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടും അതേപ്പറ്റി അറിയാൻ തുടങ്ങിയിട്ടും. അതുവരെ എനിക്കിങ്ങനൊരു അമ്പലത്തെപ്പറ്റി അറിയത്തേ ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഓരോ വർഷവും ഞാനും ചേട്ടനും പറയും അടുത്ത വർഷം നമുക്ക് പോകണമെന്ന്. ആ സമയമാകുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ കാരണം നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം ഞാൻ ഒട്ടുമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ചേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായൊരു തീരുമാനവും ചോദ്യവും പറച്ചിലും ഒക്കെയായി അങ്ങനെ പോകാൻ സാധിച്ചു. ശരിക്കും ഈ ഒരു യാത്രയ്ക്ക് കാരണം ഞങ്ങളോടൊപ്പം ഈ യാത്രയിലുള്ള ഞങ്ങളുടെ വിഷ്ണു ബ്രോയാണ്. ഇങ്ങനെ ഒരു കൂട്ടർ പത്തനംതിട്ടയിൽ നിന്ന് പോകുന്നുണ്ട് ചേച്ചി പോകുന്നോ എന്ന് ചോദിക്കുകയും അയച്ചു തരികയും ഒക്കെ ചെയ്തത് എനിക്ക് വിഷ്ണുവാണ്. അതിനുശേഷമാണ് അവൻ പോകുന്നുണ്ടെന്ന് തന്നെ അവൻ തീരുമാനിച്ചത്. ഞങ്ങൾ വൈകിട്ട് ഒരു 4-4:30 റാന്നി മന്ദിരംപടിയിൽ നിന്ന് യാത്ര തിരിച്ചു. പിറ്റേ ദിവസം വെളുപ്പിനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തുകയും അവിടെ റൂം എടുത്ത് ഫ്രഷ് ആകുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ടു വണങ്ങി. അവിടെ മുത്തപ്പനും തെയ്യവും വെള്ളാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാണാനും അനുഗ്രഹം വാങ്ങാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ലെങ്ത് ആകുന്നത് കാരണം. പറശ്ശിനിക്കടവിലേത് മാത്രമായി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പറശ്ശിനിക്കടവ് നിന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടിയൂരെ വിശേഷങ്ങളാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി അക്കരെ കൊട്ടിയൂരിട്ടുള്ള പാലത്തിൽ കയറുമ്പോൾ എൻ്റെ കാശിക്കുട്ടനൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്, താഴെ കാണുന്ന വാവലിപ്പുഴയിലെ വെള്ളമാണ് ശ്രദ്ധിക്കുന്നത്. അവൻ എവിടെ വെള്ളം കണ്ടാലും കുളിക്കണം, അതാണ് പറയുന്നത്, നമുക്ക് കുളിക്കാം, എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ, അതിന് കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ വാവലിപ്പുഴയിൽ ഇറങ്ങി ദേഹശുദ്ധിയൊക്കെ വരുത്തി എല്ലാവരും ഫ്രഷായി. അതിനുശേഷം വാവലിപ്പുഴയിൽ നിന്ന് കല്ലെടുത്ത് ഉരച്ച് നോക്കാനുള്ള ധൃതിയാണ് എല്ലാവരും. എനിക്ക് 2 പ്രാവശ്യം ഉരച്ചപ്പോഴും ഭസ്മമാണ് കിട്ടിയത്. വീണ്ടും ഒന്നും കൂടെ ഉരച്ച് നോക്കിയപ്പോഴും ഭസ്മം കിട്ടി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് ഭസ്മവും ചന്ദനവും കിട്ടിയവരുണ്ട്. പ്രത്യേക ഒരു വാസനയാണ് ആ കല്ലൊരയ്ക്കുമ്പോഴുള്ളത്. അതെല്ലാം അണിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പെടുത്തു. ഞങ്ങളോടൊപ്പം ആ ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അവരൊക്കെ ഓരോ വഴിക്കോട്ടങ്ങ് പോയി. ഞങ്ങളിവിടെ മന്ദിരം പഠിക്കാൻ പോയ 4 പേരായിരുന്നു. ഞാനും എൻ്റെ അമ്മയും മണിച്ചേച്ചിയും വിഷ്ണുവും പിന്നെ മക്കളും. ദൈവാധീനം കൊണ്ട് ഞങ്ങൾ 4 പേരും ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് അങ്ങും ഇങ്ങും കേട്ടറിവുകൾ മാത്രമുള്ളൂ, ബാക്കി ഒരു കാര്യങ്ങളും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ കാണുന്ന ഒരു തോട്ടിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണേ. മേളിൽ ക്യൂവിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിലൂടെ പോയി പെട്ടെന്ന് തൊഴാമല്ലോ എന്ന് കരുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നടക്കുന്നപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, നമ്മളിങ്ങനെ പോയി എങ്ങനെ തൊഴും. അപ്പോൾ അത് കേട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പുറത്ത് വന്ന് തൊഴാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഞങ്ങൾ അങ്ങനെ തൊഴാൻ പോകുന്നവരാ, അകത്ത് നമുക്ക് കയറാൻ മെയിൻ വിഗ്രഹം കാണാൻ കഴിയില്ല. അത് കേട്ടോ ഭയങ്കര സങ്കടമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റിയില്ലെങ്കിലോ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ ഒരു സ്വയംഭൂ വിഗ്രഹമാണുള്ളത്, പിന്നുള്ളത് അമ്മാരക്കല്ലാണ്. അപ്പോൾ ഈ സ്വയംഭൂ വിഗ്രഹം നമുക്ക് കാണാൻ കഴിയാതെ ഇത്രയും ദൂരം ചെന്നിട്ട് പുറത്തുനിന്ന് നോക്കിയാൽ അത്രയും കാണാൻ കഴിയില്ല, ഒരു മാല ഇട്ടേക്കുന്നത് മാത്രമേ കാണാൻ കഴിയൂ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അറിയാതെ ക്യൂ നിൽക്കാതെ ഇത്രയും നേരം പോയി അവിടെ എത്തുകയും ചെയ്തു. ഞങ്ങൾ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, ചേച്ചി കുഞ്ഞിനെയും കൂടെ കയറ്റി വിടാം, വേറെ ആരും കയറ്റി വിടില്ല എന്ന്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു ബ്രോ ശബരിമല ഡ്യൂട്ടി ചെയ്ത പയ്യനാണ്, അവൻ നേഴ്സാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആ പയ്യനോട് പറഞ്ഞു, ശബരിമല ഡ്യൂട്ടി ചെയ്താന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ശബരിമലയുള്ള ഒരാളുണ്ട്, ചേട്ടനൊന്ന് പോയി സംസാരിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ വിഷ്ണുവിന് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളെ അവിടെ കാണാൻ കഴിയുകയും അവിടുത്തെ മെയിൻ ഒരാളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് VIP-കളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി നല്ല വൃത്തിക്ക് നിന്ന് തൊഴാനും കഴിഞ്ഞു. അതിനുശേഷം അവർ നമ്മളെ കൊണ്ടുവന്ന് ആഹാരം വാങ്ങി, അവിടുത്തെ ഭഗവാന്റെ പ്രസാദം വാങ്ങി ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച് തിരിച്ച് ഞങ്ങൾ പോകാൻ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഭഗവാന്റെ ശീവേലിക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ ഭഗവാന്റെ ശീവേലി കാണാതെ പോകാൻ പറ്റുമോ? ഇത്രയും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒത്തിരി സങ്കടപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് തൊഴുത് സായുജ്യമാണ്. അപ്പോൾ പിന്നെ ശീവേലിയുടെ കാണണ്ടേ. ശീവേലിക്ക് 5 പ്രദക്ഷിണമായിരുന്നു. ആ 5 പ്രദക്ഷിണവും കണ്ട് ഭഗവാന്റെ വിഗ്രഹവും ഒക്കെ ഇറക്കി അകത്തേക്ക് കയറുന്നതും കണ്ട് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ശീവേലി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ തീർത്ഥക്കുളത്തിൽ നിന്ന് തീർത്ഥം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടത്. അതിന് മുമ്പ് ഞാനത് കണ്ടേയില്ല, കൊടുത്തോന്നും എനിക്കറിയില്ല. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി കൊണ്ട് കൊടുത്ത് ആ കുപ്പി നിറച്ച് ഞങ്ങൾക്ക് തീർത്ഥം തന്നു. അത് വാങ്ങി കുടിക്കാനും പറ്റുമായിരുന്നു. എന്ത് ടേസ്റ്റ്, പച്ചവെള്ളമാണെന്ന് ഒരിക്കലും തോന്നില്ല, നല്ല ടേസ്റ്റും തണുപ്പുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിലും എല്ലാ ഭാഗ്യവും ഒരുമിച്ച് കിട്ടിയെന്നൊരു സായുജ്യം എനിക്കുണ്ട്. ചേട്ടനും എൻ്റെ ഹരിച്ചേട്ടനും രമ്യയും കൂടി ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു.
ചേട്ടനും ഹരിച്ചേട്ടനും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ പോകണം എന്ന്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്നോട് ഹരിച്ചേട്ടൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ ഓടപ്പൂ കൊണ്ടുവരണേ എന്നാണ് എന്നോട് പ്രത്യേകം പറഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നപ്പോൾ ഞങ്ങൾ പാലത്തേക്കൂടെ കയറാതെ താഴെ ആറ്റിക്കൂടെ നടന്നാണ് കയറിയത്. നമ്മൾ മുമ്പേ കണ്ടതല്ല, അതിൻ്റെ കുറച്ച് ഇപ്പുറം നല്ല പളുങ്ക് പോലുള്ള വെള്ളമാണ്. പക്ഷെ ആ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാ കാശിക്കുട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത്യാവശ്യം ഒഴുക്കുണ്ടെങ്കിലും ഒത്തിരി ആഴമില്ല. അവൻ നടന്ന് കുളിച്ചുകൊണ്ടേ പോരുമായിരുന്നു. ഉടുപ്പ് ഓൾറെഡി അവൻ ഊരിയിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ നിക്കറും കൂടെ ഊരിയിട്ട് അവൻ ആ വെള്ളത്തിൽ കുളിച്ച് അന്മാതി ചിക്കര കിടന്നു. പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ. അവനെ പിടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ മഹാഭാഗ്യം കൂടാ കേട്ടോ. അവിടെ കുളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നല്ല, നമുക്കിതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാശിക്കുട്ടൻ എന്നോട് പറയുന്ന അമ്മയെ നമുക്ക് ഒന്നുകൂടി പോകാമെന്നാണ്. ഈ കാണുന്നതാണ് അമ്മാറക്കല്ല്. അമ്മ മറിഞ്ഞ കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് സതീദേവി തൻ്റെ ജീവൻ ത്യജിച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന ഒരു അമ്പലം കൂടിയാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരാണ് ദക്ഷയാഗം നടന്നതെന്ന് പറയപ്പെടുന്നു. ലോകം മുഴുവനുള്ള എല്ലാ ആളുകളും ദക്ഷയാഗത്തിൽ പങ്കെടുത്തിട്ടും സതീദേവിക്ക് മാത്രം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സതീദേവിക്ക് മാത്രം ക്ഷണം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതീവ ദുഃഖത്തിലായിരുന്നു സതീദേവി. ഭഗവാനോട് അനുവാദം ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് നീ പോയാൽ നീ അപമാനിക്കപ്പെടും എന്നായിരുന്നു. അങ്ങനെ അപമാനിക്കപ്പെട്ടാൽ ഞാൻ തിരിച്ചു വരികയില്ല എന്നും അവമാനിക്കപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് സതീദേവി പോവുകയുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് സതീദേവി ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ പോയി. തൻ്റെ പതിയെ മറ്റെന്തിനേക്കാളും വലുതായി കാണും സതീദേവിക്ക്. അവിടെ എത്തിയപ്പോൾ പരമശിവനെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മനം നൊന്ന സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി തൻ്റെ ജീവൻ ത്യജിച്ചു. ആ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മൾ കണ്ട അമ്മാറക്കല്ല്. ഈ വിവരം പറഞ്ഞ പരമശിവൻ അതീവ കോപിഷ്ഠനായി. തൻ്റെ ജട പിഴുതെറിഞ്ഞ് അതിൽ നിന്ന് ഭൂതഗണങ്ങൾ വന്ന് ദക്ഷിണയെ വധിക്കുകയുമുണ്ടായി. പിന്നീട് സതീദേവി പുനർജനിച്ച് പാർവതി ദേവിയായി ഭഗവാന്റെ പത്നിയാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എനിക്കറിയാവുന്ന കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇക്കരെ കൊട്ടിയൂർ ഒരു വിശേഷ ചടങ്ങാണ് നെയ്യാട്ടം. നെയ്യാട്ടത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് കൊട്ടിയൂരുള്ള നായന്മാരാണ്. അവിടെ നിന്ന് പോയിട്ടുള്ളവർക്കും കൊണ്ടുവരാം, പക്ഷെ അവിടെ വന്ന് താമസിച്ചവർക്ക് അതിന് അനുവാദമില്ല. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇളനീരാട്ടം. അത് ഇഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് ആ ഇളനീർ കൊണ്ടുവരാനുള്ള അനുവാദം. ഇതൊക്കെ ഒരുപാട് വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഈ ഉത്സവത്തിൻ്റെയൊക്കെ സമാപനത്തോടു കൂടി നമ്മൾ ഈ കാണുന്ന ഒരു കുളമുണ്ട്. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തോടെന്നോ കുളമെന്നോ ഒക്കെ പറയാം. ആ കുളം മുഴുവൻ പറ്റിക്കും. അത് പറ്റിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് കുറിച്യ വംശത്തിൽപ്പെട്ട കുറിച്യ സമുദായത്തിലുള്ള ആൾക്കാർക്കുള്ളതാണ്. അതിൽ നിന്ന് എന്ത് ലഭിച്ചാലും അവർക്കുള്ളതാണ്. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ക്ഷേത്രവുമായി വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിലോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കമൻറ്റായി രേഖപ്പെടുത്തണമേ. സതീദേവി ചെയ്തതുപോലെ ചെയ്തില്ലെങ്കിലും നമ്മുടെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ നമ്മൾ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു തീർക്കണം. അതേപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ശിവപാർവതിമാരെ പോലെ എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന്. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അവിടെ എല്ലാ സഹായവും ചെയ്തു തന്ന ആ ചേട്ടൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ലേ, ഞങ്ങളുടെ വിഷ്ണു ബ്രോയ്ക്കും നന്ദി പറയുന്നു. കാരണം ഇവർ രണ്ടും ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ഇത്രത്തോളം ഞങ്ങൾക്ക് കണ്ടു തൊഴാനും ഭഗവാന്റെ കഥകളും കാര്യങ്ങളും പ്രസാദം കഴിക്കാനും ഒക്കെ സാധിച്ചത്. അതേപോലെ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു വിനോദയാത്രയല്ലായിരുന്നു, പക്ഷെ കാശിക്കുട്ടനും ജാനിക്കും വിനോദയാത്രയായിരുന്നു. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ. പൂർണ്ണസ്വരൂപനെ സത്യസ്വരൂപനെ പൂർണ്ണസ്വരൂപനെ കഷ്ടകാലങ്ങളെ മാറ്റിടണേ, കഷ്ടകാലങ്ങളെ മാറ്റിടണേ, കഷ്ടകാലങ്ങളെ മാറ്റിടണേ. ജ്യോതിസ്വരൂപനെ മംഗളരൂപനെ നൊമ്പരമെല്ലാം മാറ്റിടണേ, നൊമ്പരമെല്ലാം മാറ്റിടണേ, നൊമ്പരമെല്ലാം. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഓടപ്പൂവൊക്കെ വാങ്ങി. അങ്ങനെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇത്. ഞങ്ങളുടെ ഈ യാത്രാവിശേഷം ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യണേ, ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.